ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഞ്ജു. അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ഞാനൊരു സെറ്റും മുണ്ടൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. ഞാനും അമ്മയും കൂടിയാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ വിളക്ക് കത്തിക്കുകയാണ്. വിളക്കൊക്കെ നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയമായപ്പോഴേക്കും പൊന്നൂട്ടൻ എഴുന്നേറ്റിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡിയായി ഇറങ്ങിയപ്പോൾ നല്ല ഉറക്കമായിരുന്ന ആൾ. അപ്പോൾ അതിനുശേഷം എഴുന്നേറ്റു. അങ്ങനെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കലമൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. എപ്പോഴും ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. എല്ലാ വർഷവും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഓരോ തയ്യാറെടുപ്പുകളായാലും എല്ലാം എപ്പോഴും നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കുമല്ലോ. എന്താ ഓണം അങ്ങനെയൊക്കെ പറയുന്ന പോലെ അതിനേക്കാളും ഒക്കെ ഉപരി പൊങ്കാലയ്ക്കുള്ള ഒരു ഭക്തിയോട് കൂടിയ ഒരു ദിവസങ്ങളും വ്രതമെടുക്കുന്നതും ഒക്കെ ആയാലും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും ഞങ്ങൾ വീട്ടിലാണ് കേട്ടോ ഇട്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷവും അമ്മയുടെ അടുത്ത് അമ്പലത്തിൽ പോയി ഇടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഭക്തിയോടും വ്രതശുദ്ധിയോടും കൂടി തന്നെ വീട്ടിലാണ് ഇപ്പോഴും പൊങ്കാല ഇടുന്നത്. ഈ വർഷം 9:45 അടുപ്പിൽ തീ പകരുന്നത്. അപ്പോൾ അടുപ്പിൽ തീ പകർന്ന ആ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ മനസ്സുരുകി അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷമാണ് അടുപ്പിൽ നമ്മൾ തീ പകരുന്ന ആ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചേച്ചിയെ വിളിക്കുന്നുണ്ടായിരുന്നു പൊന്നൂട്ടനെ എടുത്തിട്ട്. പൊന്നൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ വരാനായിട്ട്. അപ്പോൾ ചേട്ടൻ എടുത്തിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും നാട്ടിൽ ഞങ്ങളുടെ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ ഫെബ്രുവരിയിലും ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർച്ചിൽ അമ്മയുടെ പൊങ്കാല ആണ് കാത്തിരിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ പായസം, വെള്ളപ്പായസവും ഉണ്ട്. അതുപോലെ ശർക്കര പായസവും ഉണ്ട്. വെള്ളപ്പായസം അമ്മയാണ് കേട്ടോ ഇടുന്നത്. അതുപോലെ തന്നെ ശർക്കര പായസം ഞാനും. അത് കഴിഞ്ഞ് പിന്നെ മണ്ടപ്പുറ്റും തെരളിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പ്രഗ്നൻ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ 7 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ കയറാനോ ഒന്നും പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പൊങ്കാലയ്ക്ക് എനിക്കിടാൻ കഴിഞ്ഞില്ല. അമ്മ ഇട്ടപ്പോൾ എന്നാലും കൂടി നിൽക്കാനും ആ ഒരു ദിവസം നാട്ടിൽ ഇവിടെ ഉണ്ടാവാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലൊരു സന്തോഷമുണ്ട്. ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ കൂടിയും ആ ഒരു ദിവസവും എനിക്ക് നാട്ടിൽ നിന്ന് അമ്മയുടെ കൂടെ നിൽക്കാനും പൊങ്കാലയ്ക്ക് എല്ലാ പ്രാവശ്യവും ഇടുന്ന പോലെ തന്നെ കൂടെ നിൽക്കാനൊക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പൊങ്കാല വിശേഷങ്ങളൊക്കെ TV-യിൽ ഇങ്ങനെ പറയുമ്പോൾ ഓരോ അമ്മമാരൊക്കെ പറയില്ലേ എത്രാമത്തെയാണ് അല്ലെങ്കിൽ എത്ര പൊങ്കാല ഇട്ടു എന്നൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് എത്ര ഇട്ടു എന്നൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞു നാൾ മുതൽ അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ ആ ക്ഷേത്രത്തിൽ പോയിട്ടാണല്ലോ ഇടുന്നത്. അപ്പോൾ ആ ഒരു എത്രയായി എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിയില്ല. പറ്റുന്നിടത്തോളം ഇടുന്നത് തന്നെയാണ് എല്ലാവർക്കും സന്തോഷം. എല്ലാവർക്കും ഒരു വർഷത്തെ കാത്തിരിപ്പാണല്ലോ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ് ഇനി ഈ ഒരു പൊങ്കാല കഴിഞ്ഞിട്ടുള്ളത്. ഞാനും അമ്മയും ഇവിടെ വീട്ടിൽ പൊങ്കാല ഇടുന്നത് പോലെ ചേച്ചിയും അതുപോലെ തന്നെ വീട്ടിലായിരുന്നു കേട്ടോ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിലെ അതേ വിവരങ്ങളൊക്കെ ലൈവായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീട്ടിലും പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും അതുപോലെ അരി തിളയ്ക്കുന്ന ഒരു സമയത്തും അതുപോലെ തന്നെ ആ ഒരു ചൂടും ആ ഒരു പുകയും ഒക്കെ വരുമ്പോൾ ശരിക്കും ദേവി ഒരു അമ്മ കാറ്റായിട്ടെത്തും അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ അതുപോലൊക്കെ നമുക്ക് ശരിക്കും ആ ഒരു നിമിഷം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ 2 പായസവും റെഡി ആയിട്ടുണ്ട്. ശർക്കര പായസവും റെഡി ആയിട്ടുണ്ട്. വെള്ളപ്പായസവും റെഡിയായി.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊന്നൂട്ടനെ ഫീഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് മണ്ടപ്പുറ്റും തെരളിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പൊന്നൂട്ടൻ നല്ല വിശന്നിട്ടിരുന്നത് കൊണ്ട് ഫീഡ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞു. ആൾ ഹാപ്പിയായി. അപ്പോഴേക്കും അമ്മ മണ്ടപ്പുറ്റിനുള്ളതും അതുപോലെ തന്നെ തെരളിയപ്പത്തിനൊക്കെ ഉള്ളതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അടുത്തത് അത് അടുപ്പത്ത് വെക്കാനുള്ളൊരു ഒരുക്കങ്ങളാണ് കേട്ടോ. ഈ ഒരു സമയത്ത് പൊന്നൂട്ടൻ എൻ്റെ കയ്യിലായിരുന്നു. ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പൊന്നൂട്ടന്. പക്ഷെ അപ്പോഴേക്കും ഉറങ്ങിപ്പോയി ആൾ. അങ്ങനെ പൊന്നൂട്ടനെ റൂമിൽ സെറ്റാക്കിയതിന് ശേഷം വരാമെന്ന് കരുതി. അപ്പോൾ അമ്മ മണ്ടപ്പുറ്റിനുള്ളതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുപ്പത്ത് വെക്കുന്നത് അത് തന്നെയാണ്, മണ്ടപ്പുറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തെരളിക്ക് വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തെരളി വെക്കണം. മണ്ടപ്പുറ്റ് വെച്ചപ്പോഴേക്കും എല്ലാം ഒരു സൈഡിലോട്ടായിപ്പോയി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി വെച്ചപ്പോഴേക്കും അമ്മയും ഞാനും വെച്ചപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ അത് ഓരോ സൈഡിലേക്ക് വീണ് പോയേനെ, പക്ഷെ വീണിട്ടില്ലായിരുന്നു. അടുത്തത് തെരളിയപ്പത്തിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ തെരളി ഇങ്ങനെ ഈർക്കിലിൽ കൊറുത്തിട്ടാണ് വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ തെരളിയപ്പം ഇങ്ങനെ ഈർക്കിലിൽ കൊറുത്തിട്ടൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അമ്മ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് ഈർക്കിലിൽ ഇലയിൽ വെച്ചിട്ട് ഈർക്കിലിൽ വെക്കുകയാണ്. അപ്പോൾ ഈ ഇലയെ ഞങ്ങളിവിടെ ഈ നാട്ടിലൊക്കെ പറയുന്നത് വയനയില എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. തെരളിയപ്പത്തിന് അരിമാവ്, ശർക്കര, തേങ്ങ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ, നെയ്യൊക്കെ ഒഴിച്ചിട്ട് ആണ് മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ മണ്ടപ്പുറ്റിന് എക്സ്ട്രാ ഞങ്ങൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പയറ് പൊടിയും അതുപോലെ ചുക്ക് പൊടി ഒക്കെ ഇട്ടിട്ട് അരിമാവും ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ തെരളിയപ്പം റെഡി ആയതിനു ശേഷം ഞാൻ പൊന്നൂട്ടന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി പൊന്നൂട്ടൻ ആ സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്തു, അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂട്ടൻ ഹാപ്പി ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങളിത് ആ ഒരു സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം നിവേദിക്കുന്നത് 2/15 അപ്പോൾ ആ ഒരു സമയം എത്തുന്നത് വരെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് അതിനുള്ള സമയമായിട്ടുണ്ട് നിവേദിക്കാനായിട്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മണ്ടപ്പുറ്റ്, അതുപോലെ തന്നെ വെള്ളപ്പായസം, ശർക്കര പായസം, തെരളിയപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പൊങ്കാല ഇടുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അപ്പോൾ നിവേദിച്ചിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അമ്മ അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ പൊന്നൂട്ടൻ ആ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ, എന്നിട്ട് കൈയടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു, അകത്ത് വീട്ടിലേക്ക് കയറുന്നുണ്ട് പൊന്നൂട്ടനെയും കൊണ്ടിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ആറ്റുകാൽ പൊങ്കാല വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയും ഉടനെ കാണാം. ബൈ ബൈ.